ഗൈസ്, ജോജി തമ്പി അർജു ഇഷ്യൂ അവർ സത്യം പറയാം, അവർ തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ ചില കടി മൂത്ത കുറെ കിഴപ്പന്മാരെന്നൊക്കെ ആണെങ്കിൽ പറയാം, അങ്ങനെ പറയുന്ന തെറ്റൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് തീംസുകൾ തമ്മിൽ തെല്ലിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി അവർക്ക് റീച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പൊക്കിർത്തനങ്ങൾ, അതിനെപ്പറ്റി പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഇത് കാണിക്കുന്ന തെമ്മാടിത്തരമാണെന്ന് തന്നെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ പറയും. അർജു, എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അയാളെ ട്രോളാൻ? എന്ത് യോഗ്യത? അർജു അയാളെ ട്രോളാൻ എന്ത് യോഗ്യത? അങ്ങേര് ഒരു റോസ്റ്റിംഗ് ചാനൽ നടത്തുന്ന ആൾ, അയാളല്ല നിന്റെ അപ്പം വന്ന് ട്രോളു. എന്റെ ചോദ്യം അതാണ്. നമ്മൾ ആരാന്നുള്ളത് ചിന്തിക്കണം. നീ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് എത്ര പേര് നീ വെറ്റിച്ചു? അത് പോകൃതരമാണ്. അർജു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാരെ വലിപ്പിക്കുന്ന പരിപാടിയാണ്. അഫ്കോഴ്സ് അതങ്ങനെ തന്നെ. ഞാൻ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടോ? പാള കൊടുത്തോ പൂട കൊടുക്കുന്നു നീ തിരക്കേണ്ട കാര്യമില്ല. അവൻ പാള കൊടുത്താലും പൂട കൊടുത്താലും നിനക്കൊരു കോപ്പം കിട്ടാനില്ല. നീ എന്തെങ്കിലും കൊടുത്തോ? അത് ചോദിക്കുന്ന അധികാരം എനിക്കില്ല, നാട്ടുകാർക്കും ഇല്ല. പിന്നെ കൊണയടിക്കാൻ നമ്മൾ വരാറുമില്ല. അയാൾ ആദ്യം കൊടുത്തത് അയാളുടെ വണ്ടിയാണ്. അതിനിപ്പോ എന്താ? അയാളുടെ വണ്ടി അയാൾ കൊടുത്തതിന് നിനക്കെന്താ? നിനക്കാണോ വണ്ടി കിട്ടിയേ? വണ്ടി ആമ്പിളേർക്കല്ലേ കിട്ടിയേ? കിട്ടിയിട്ട് സന്തോഷമായിട്ടിരിക്കട്ടാ. ചെറ്റയില് ചെറ്റയെന്ന് സത്യത്തിൽ പറയേണ്ടതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയേണ്ട ആളെ പറയിച്ചിട്ട് നിന്റെ തന്തയെന്ന് എനിക്ക് ചിലപ്പോൾ പറയാൻ തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. നിന്റെ തന്തയുടെ എന്ന് പറയുന്നത് ഞാൻ പറയത്തില്ല. ബാക്കിയാണ്. വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കഴിഞ്ഞ വഴി ഇട്ട് കഴിഞ്ഞ് കുറേ ആൾക്കാർ എനിക്കെതിരെ കുറച്ച് വീഡിയോസും കമൻറ്റും ഒക്കെ ഇട്ടായിരുന്നു. ആൻഡ് അതിനുള്ള ഒരു ക്ലാരിറ്റി കാരണം കുറേ പേര് പറഞ്ഞു, ബ്രോ നിങ്ങളുടെ പേരിലുള്ള അലിഗേഷൻസ് ഒക്കെ ഒന്ന് സംസാരിക്കുക. തീർച്ചയായിട്ടും നല്ല കാര്യം. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും സംസാരിക്കുക. പറ്റിയ തെറ്റാണെന്നുണ്ടെങ്കിൽ കുറ്റമായിട്ട് തെറ്റ് പറ്റിപ്പോയി മാപ്പെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിനേക്കാളും വലിയ ഒന്നുമില്ല. തെറ്റ് പറ്റിയിട്ട് ന്യായീകരിക്കുന്ന ഗുണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് എനിക്കും തോന്നി. സോ അതിനാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് വീഡിയോ ആൾക്കാർ ഇട്ടിരുന്നു. ഞാൻ പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി മറ്റേ ഇവർ തമ്മിൽ അടിയോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടായിരുന്നു. സോ അതുപോലെ ഒരുത്തൻ ഇട്ടൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. സോ അതിനെ റിയാക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. വാച്ച് ദ വീഡിയോ. ഓക്കെ. അർജു റോസ്റ്റർ യൂട്യൂബർ ആണ്. ഞാൻ തന്നെയാണ്. എന്റെ നല്ല ഫോട്ടോ. സൂപ്പർ. ഇവൻ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ സമയത്ത് 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഒരു വൃത്തികെട്ട സാധനമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്നേ നിർത്തി. ഇപ്പൊ അത് പൂർണ്ണമായി. അർജു ഒരു വൃത്തിയായിട്ട് യൂട്യൂബറാന്ന് വ്യക്തിയോട് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ കണ്ടന്റ് അങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ ചിലപ്പം ബെറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നത് പോകൃത്തരമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കുപ്പിലോടോ എല്ലാ ലോടെയൊക്കെ കാണിക്കുന്നത് അതൊക്കെ പോകൃത്തരമാണ്. പക്ഷെ അങ്ങനെ കണ്ടന്റ് കൊള്ളത്തിരുന്ന വ്യക്തിയോട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോ കാണാൻ രസമുള്ളതായിരിക്കും. എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം. അന്നേ നിർത്തേങ്കിൽ പിന്നെ താൻ എന്തിനാണോ എപ്പോഴും എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്? ന്യായമായ ചോദ്യം. നിർത്തേങ്കിൽ നിർത്തിയിട്ട് പോണം മിസ്റ്റർ. വെറുതെ വലിച്ചു വാരി ഇവിടെ നിൽക്കരുത്. ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്യും. കണ്ടു നോക്കാം. എന്താണ്? 5000 രൂപ. എന്റെ വീഡിയോ. 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തിയാണ്. അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ അല്ല, ഇത് മറ്റേ നിക്കിന്റെ ഒക്കെ കൂടെ ഒരു വ്ലോഗ് ചെയ്യുന്ന ഒരു വോൾവോ ഒരു ചേട്ടന്റെ കൂടെ നടക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഇങ്ങനെയൊക്കെ തള്ളി പിടിച്ച് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പുള്ളിക്കാരൻ കാണിക്കുന്ന തെറ്റാന്നല്ല പറയുന്നത്. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എന്ത് കാര്യത്തിന്? എന്നെ സംബന്ധിച്ച് എനിക്കിത് കോമാളിത്തരം കാണിക്കുന്നില്ല. എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ കോമാളിത്തരം കാണിക്കുന്നതായിരിക്കത്തില്ല. പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമായിരിക്കും. കണ്ടോട്ടെ. എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ കാണാരുത്. പോലെ പ്രശ്നം തീർന്നേ. അഭിപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാർ. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി. അതിന് വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എന്താണ് തന്റെ പ്രശ്നം? നമുക്ക് കാണാം എന്താണ് പ്രശ്നം. നമുക്കറിയാം. നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്. അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ. എനിക്ക് വീണവേദന, അയാൾക്ക് പ്രാണവേദന. എന്തിനാണോ ഇതുപോലെ സീരിയസ് ആയിട്ടിരിക്കുന്നത്? എൻജോയ് ചെയ്യൂ. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം. എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ മതി. എനിക്ക് ഓക്കെ. ഈ ഒരു വീഡിയോയിൽ അവർ ട്രോൾ ചെയ്തത് ആരെന്ന് മനസ്സിലായില്ല. ഓക്കെ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്രോൾ ചെയ്തത് ഗിവ് അവേ ഇടുന്ന ആൾക്കാരെയാണെന്ന് മനസ്സിലാകാത്ത ആരും കാണില്ല. കാരണം ഞാൻ ഗിവ് അവേ ഇട്ടിട്ടുണ്ട്. ഗിവ് അവേ ഇടുന്ന ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവർക്കും മനസ്സിലായി. കാരണം 3-4 പേരാണ് പ്രധാനമായിട്ടും ഗിവ് അവേ ചെയ്യുന്നത്. ഒന്ന് ജോജി തമ്പി, പിന്നെ ഒരു വോൾവോ ഒരു ചേട്ടൻ, പിന്നെ അങ്ങനെ കൂടെ നടക്കുന്ന ആദിലോ അങ്ങനെ നടന്ന ഒരു എനിക്കറിയത്തില്ല പുള്ളിയുടെ പേര്. സത്യം പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ പേര് അറിയത്തില്ല. പിന്നെ വേറെ കുറേ തീംസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മറ്റേ ഇല്ല വിതരം എന്താ പറയുന്നത്
വലിയ പ്രായമൊന്നുമില്ലാത്തൊരു ചേട്ടനായിട്ട് എനിക്ക് തോന്നിയത്. സോ നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മാനറിസം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഒരാളാന്ന് തെറ്റിദ്ധരിച്ച് അയാളെ എടുത്ത് ഫോട്ടോ സഹിതം വീഡിയോയിലിടുന്ന ഇതുപോലത്തെ ഫാൻസ് മണ്ടന്മാരാണ് ഒരാളെ ഏറി കയറ്റുന്നത്. വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഏണിയും തോട്ടിയും എല്ലാം വലിച്ച് തലയിൽ ഇട്ട് കൊടുക്കുന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത്. ജോജി തമ്പി എന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അതായത് 1.5 വർഷമായിട്ട് ആളിപ്പോ സജീവമാണ്. ഇൻസ്റ്റയിലെ ഗിവ് ഒക്കെ ചെയ്തിട്ട് ആളെയാണ് ഇപ്പൊ ട്രോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആളെയാണ് ട്രോൾ ആയിട്ടുള്ളത് താൻ പറയുന്നത്. ഓക്കെ, എന്തുവാകട്ടെ നോക്കാം. അർജു വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് മറ്റേ മാഡ്ലി എമ്മി മറ്റേ ആ വോൾവോയുടെ കൂടെ നടക്കുന്ന അവരാണ് ഈ വീഡിയോ. എനിക്കത് ഇഷ്ടമല്ല. അവരങ്ങനെ കാണിക്കും. ജോജി തമ്പി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിക്കുന്നത്. ഇനി ഞാൻ എന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അയാളെ ട്രോളാൻ? എന്ത് യോഗ്യത? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് പുള്ളി ആദ്യം ചോദിക്കുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഇയാളെ കൊണ്ട് കാണിക്കണമല്ലോ. ഒരാളെ ട്രോൾ ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ എനിക്ക് ഇന്നയൊക്കെ യോഗ്യതയുണ്ട്, ഞാൻ ഇയാളെ ട്രോൾ ചെയ്യട്ടെ എന്ന് ഞാനിങ്ങനെ എഴുതി മറ്റേ ഗവൺമെന്റ് സീലും വെച്ച് ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് യോഗ്യത ഇയാളെ തരും ഒരാളെ ട്രോൾ ചെയ്യാൻ. ഓക്കെ, യോഗ്യത മാസ്റ്റർ. സോറി, എനിക്ക് യോഗ്യത ഇല്ലാതായിപ്പോയി. ഞാൻ ഒരു യോഗ്യത ഇല്ലാത്തവനാ. എടാ ഈ ട്രോളും ബ്രോഷും ഒക്കെ നല്ല രസമാണ്. ആണോ? നീ ട്രോളാണ് എന്തെങ്കിലും കാരണം അയാളെ നന്മമാരം പറഞ്ഞു. അയാളെ ട്രോളാൻ എന്തെങ്കിലും കാരണം വേണം. മനുഷ്യൻ ഇവിടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പ്രസിഡന്റ്, മറ്റേ എലോൺ മസ്ക്, ഒബാമ, കണ്ണി കണ്ട എല്ലാവരും ട്രോളുന്നു, പ്രത്യേകിച്ച് മലയാളികൾ. നമുക്ക് ട്രോളാനൊന്നും ആരുടെയും മറ്റേ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഇതൊന്നും വേണ്ട. ആരെയാണേലും ട്രോളാനുള്ള അവകാശമുണ്ട് ഇവിടെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിന് യോഗ്യത ഞാൻ മറ്റേ +2 ഒന്നുകൂടി എഴുതി പാസ്സായിട്ട് തിരിച്ചു വരണം. അത് ഞാൻ മറ്റേ ഡിഗ്രി ഒന്നുകൂടി പാസ്സായിട്ട് വരണം യോഗ്യത കിട്ടാൻ വേണ്ടി. ഇവനൊക്കെ ഏതാടാ നടക്കാണ് നീ ഉദ്ദേശിക്കണത്? അയാളെ നന്മമാരല്ലടാ, അയാൾ കുറച്ച് ഗിവകൾ. ഇവനൊക്കെ ഏതാടാ? അതാണ് ഏറ്റവും എടുത്തത്. ഇവനൊക്കെ ഏതാ? ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ തീവിനെയൊന്നും ചെയ്യുന്നുണ്ട്. ഒരു 10,000 പേര് കമന്റ് ഇട്ട ഒരാൾക്ക് അയാൾ കൊടുക്കുന്നുണ്ട്. 10,000 പേര് കമന്റ് ഇടും, 10 ലക്ഷം പേര് കമന്റ് ഇടും, 10 കോടി ആൾക്കാർ കമന്റ് ഇടും. ഒരാൾക്ക് കിട്ടും, ഭാഗ്യമുള്ളവർ കിട്ടും. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. തനിക്കെന്തോ വയ്യേ? ഇയാൾ എന്തിനാണോ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഞാൻ എന്തേലും പറഞ്ഞോ? 10,000 പേര് കമന്റ് ഇട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെന്ന്. എന്താ തനിക്ക്? താൻ എന്താ ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശബ്ദം അടുത്തിറങ്ങിയ ജന്മാണ്. മര്യാദക്ക് പോകുന്ന ഒരു മനുഷ്യനെ വലിച്ചിട്ടിട്ടും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. എന്താ ഇത്? എന്ത് ജന്മം ഇതൊക്കെ? അയാൾ ആദ്യം കൊടുത്തത് അയാളുടെ വണ്ടിയാടാ ചെറ്റേ. ഞാൻ ചെറ്റയിൽ ചെറ്റേ തന്നെ പറയണത്. അപ്പൊ നിന്നെ എന്തോ പറയണം? തന്തലൊക്കെ പറയാൻ പോലെന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയത്തില്ല. കാരണം മനുഷ്യന് പിതാക്കന്മാരല്ലാതെ മനുഷ്യൻ ജനിക്കത്തില്ല. അതൊരു ഇതാണ്. കാരണം ആൾക്കാർ തമ്മിൽ തെളിക്കുന്ന ഇവനെയൊക്കെ പിന്നെ എന്തോ പറയണമെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. ജോജി തമ്പി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പോലും അങ്ങനെ ഉദ്ദേശിച്ചത് എനിക്ക് വ്യക്തിയോട് എനിക്ക് തോന്നുന്നില്ല. ചെറ്റേന്ന് എന്ത് യോഗ്യതയുണ്ട് ബ്രോയ്ക്ക് പറയാൻ? കാരണം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഒരു മനുഷ്യത്വം നിറഞ്ഞ ഒരാളെ ഞാൻ കണ്ടത് അയാളെയാണ്. അയ്യോ, ഈശ്വരന് സ്തുതി. നമുക്കൊന്നും മനുഷ്യത്വം ഇല്ല, ക്ഷമിക്കണം. പക്കായിട്ട് പറയാം. നീ റോസ്റ്റ് ചെയ്തോ, അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. തന്തല്ലായ്മയാണ്. ഇത് തന്തയില്ലായ്മ? എടോ, ഞാൻ എന്തോ ഇയാളുടെ വീട്ടുകാരാരേലും അങ്ങേര് ഗിവ് കൊടുത്തെന്ന് വല്ലോ ഞാൻ പറഞ്ഞ? തനിക്ക് എന്തോ ഇത്ര പൊളിയാൻ? തന്റെ ആരയാള്? ഏതായവന്മാരൊക്കെ? പക്ഷെ ഇത് തന്തല്ലായ്മയാണ്. ഇത് ഫാമിലി ഓഡിയൻസ് ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട്, ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട് അയാൾ പറയുന്ന ഉത്തരമില്ല. ആ ഉത്തരം ഞാൻ പറയാം. ഇത് ഫാമിലി ഓറിയന്റ് ചാനലല്ല. ഒരാള് മര്യാദയ്ക്ക് അവിടെ ജീവിച്ചു പോകുമ്പം ഇതിനകത്ത് കണ്ടന്റ് കിട്ടാത്ത എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, എനിക്കിത് പറഞ്ഞ യാതൊരു മടിയില്ല. ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുക എന്നും പറഞ്ഞ് കണ്ടന്റ് എന്ന് പറഞ്ഞ രീതി തന്തയില്ലാടി പറയുന്നത് ലോക തന്തയില്ലായ്മയാണ്. അതാണ് പുള്ളി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയത്തില്ല. ജോജി തമ്പി എന്ന് പറയുന്ന വ്യക്തിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ടിട്ട്. ബാക്കിയുള്ള ദിവസം ഇങ്ങനെ അത് അവരുടെ ഇഷ്ടം, അവർ കാണിച്ചോട്ടറ, നിനക്കെന്ത് വേണം? അങ്ങയുടെ കണ്ടന്റ് ചെയ്യുന്നു. ഈ ഇതിനകത്ത് ആരുടെ ഫോട്ടോ കാണിച്ചൊന്നും പറയുന്നില്ലല്ലോ. അതൊരു തെറ്റല്ലല്ലോ. ഇവിടെ മെയിൻ സ്ട്രീമറായിട്ടുള്ള യൂട്യൂബർമാർ നല്ല രീതിയിൽ പൊളിയുന്ന പ്രൊമോഷൻ ചെയ്യുന്ന ഇപ്പോഴും ചെയ്യുന്നവന്മാരുണ്ട്. അവന്മാർക്കൊന്നും ഹേറ്റ് കമന്റ് ഇട്ടെന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അതിനിടയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അണ്ണൻ കൊണയടിക്കാൻ വന്നേക്കുക. സത്യമായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നില്ല. കേരളത്തിൽ വലിയൊരു ദുരന്തമാണ് വയനാട് ഉണ്ടായത്. അന്നേരം അയാളുടെ വണ്ടി അയാളെ രക്ഷാപ്രവർത്തനത്തിന് കൊടുത്തു. നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടോ? അങ്ങേര് പാള കൊടുത്തോ പൂട കൊടുത്തോ നീ ചോദിക്കാൻ നീ ആരാടാ? നിന്റെ തന്തയ്ക്കൊന്നും അല്ലല്ലോ തരുന്നേ. ഒരാടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദ വേണം.
ഒരു വ്യക്തിയുടെ സംസാരിക്കുന്നത് അയാൾ കൊടുക്കണമെന്ന നിയമമൊന്നും ഇല്ലല്ലോ. പിന്നെ മനസാക്ഷി ഉള്ളവർ കൊടുക്കും, മനസാക്ഷി ഇല്ലാത്തവർ കൊടുക്കത്തില്ല. അത് ചോദിക്കാൻ നീ ആരാ? പിണറായി വിജയൻ്റെ അപ്പൂപ്പൻ വല്ലതും ആണോ? അല്ലല്ലോ. ആണോ? അതുകൊണ്ട് ഈ കേരളം ഉണ്ടാക്കിയത് നിന്റെ ആരുമല്ലല്ലോ, ആരുമല്ല. നീ ജസ്റ്റ് ഒരു പൗരൻ മാത്രം. എല്ലാവരെയും പറയും നിനക്ക് കൊമ്പും പാലുമൊന്നും ഇല്ല ബ്രോ. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഉണ്ടായത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതിൻ്റെ അകത്ത് പുള്ളിയുടെ വണ്ടി രക്ഷാപ്രവർത്തനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ല കാര്യം, കാരണം മലയാളികൾ മൊത്തം ഒന്നടങ്കം ഒരു കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ വേർസ്റ്റ് ഡിസാസ്റ്റർ ആയിരുന്നു വയനാട് സംഭവിച്ചത്. ആൻഡ് നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടോ? നീ ഞാൻ എന്ത് തേങ്ങയാണ് പാളയാണ് കൊടുത്തതെന്നൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതിൻ്റെ എനിക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മൾ കൊടുത്തതിന്റെ കണക്കൊക്കെ ഇങ്ങനെ ബോധിപ്പിക്കണോ? അല്ല, ബോധിപ്പിക്കണമെങ്കിൽ ഞാൻ ബോധിപ്പിക്കാം. അല്ല, ഞാൻ ഓരോ ചിലരുണ്ട് പൈസ കൊടുത്ത് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, പറയുന്ന ആൾക്കാരുണ്ട്. പറയുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പ്രചോദനമാവും, ആയിക്കോട്ടെ. ചിലർ പറയുന്നത് അവർ കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി കാണും. ചിലപ്പോൾ അവരാടേക്ക് പബ്ലിസിറ്റിയും പ്രൊമോഷനും വരുന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നത് ഇതിനെക്കുറിച്ച് കൊടുത്തതായിട്ട് കാണിക്കത്തില്ല. മറ്റേ പണ്ടുള്ളവർ ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറുകൈ അറിയരുതെന്നൊക്കെ പറയും. അങ്ങനെ കൊടുക്കുന്നവരും കാണും. എൻ്റെ അടുത്ത് കോണ അടിക്കാൻ കുറേ പറയാണ്. ഫസ്റ്റ്ലി എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വേറെ, ഞാൻ അന്ന് ചെയ്താണെങ്കിലും ഞാൻ എപ്പം ചെയ്യുന്നതാണെങ്കിലും അത് എനിക്ക് ഒരു സൈഡിൽ കൂടെ ചെയ്യുക, മറ്റേ ആൾ അറിയാൻ, അങ്ങനത്തെ ഒരു ഇതുണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ വിടാനും. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടോ? നീ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ചെയ്തല്ല, മലയാളികളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം അതെല്ലാവരും കൊടുത്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റിലാണ് ഈ വയനാട് ഇത് സംഭവിക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു വീക്കിലാണ് ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആഹ എന്നാണ് പറയുന്നത്, അതിൻ്റെ ഒരു ലോഞ്ച് നടത്താനിരുന്നത്. അപ്പോഴാണ് സോഫ്റ്റ് ലോഞ്ച് പോലെ. അപ്പോൾ അതിനുവേണ്ടി അറൗണ്ട് ഒരു 300 ഡ്രസ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്കിൽ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ദുരന്തം നടക്കുന്നത്. അപ്പം നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത്ര ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടം മറ്റേ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഭയങ്കര ശുദ്ധ തെണ്ടിത്തരമുണ്ട്. നമ്മൾ ആ ഡ്രസ്സെല്ലാം വയനാട്ടിൽ ദുരിതാനുഭവിക്കുന്നവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് തീരുമാനിച്ചെങ്കിലും ഇത് ഇപ്പം ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തി ഞാൻ ഇതെല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞൊന്നുമല്ല ഞാൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ തെളിവില്ല, മറ്റേ ഇത് കൊടുക്കുന്നതെന്ന് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ അന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവൻ ഫ്രണ്ടാണ്, അവൻ വയനാട്ടിലുള്ളവനാണ്. അവൻ വയനാട് സ്പോട്ടിലുണ്ടായിരുന്ന, ഈ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്പോട്ടിലുണ്ടായിരുന്നവനാണ്. സോ അവന് ഞാൻ അന്ന് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചില്ല. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഇത് കൊടുത്തെന്ന് കാണിക്കാനുള്ള ഫോട്ടോസും ഈ പാക്ക് ചെയ്ത് ഇത് മാത്രം എൻ്റെ കയ്യിലുള്ളൂ. അല്ല, ഇവൻ ഇങ്ങനെ ഉള്ള കുറേ തെണ്ടികൾ കാരണം ഞാനിത് ഇടേണ്ടി വരുന്ന ഗതികേടാണ്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ. സോ ഞാൻ അന്ന് അവനോട് ചോദിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഓരോ ഗതികേടായതുകൊണ്ട്. ഓരോരുത്തരുടെ ഗതികേട് നോക്കണം. അയാൾക്കത് പറയാൻ ഇഷ്ടമല്ലെങ്കിലും വായിലിട്ട് കുത്തി കഴിയുന്നതുകൊണ്ട് പറയുന്നതാണ്. അതും ഈ പറഞ്ഞവൻ എന്ത് കൊടുത്തെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ഒന്നും കൊടുക്കാനുള്ള അതൊന്നും എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല, ഇപ്പോഴും വലിയ വരുമാനമൊന്നുമില്ല. പിന്നെ കിട്ടുന്ന പൈസയ്ക്ക് അതൊന്ന് ഈ പറഞ്ഞ പോലെ ചെറിയ പൈസ എന്ന് വേണം പറയാം. എന്നെ കൂടെ വരുന്നതിനകത്ത് ചെറിയൊരു എമൗണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലോട്ട് എന്നും പറഞ്ഞ് ആയിരങ്ങളും ലക്ഷങ്ങളും ഒന്നും അല്ല, 1000 രൂപക്കാട്ടിലും താഴ്ന്ന ഒരു എമൗണ്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചത് വലിയ എമൗണ്ട് തന്നെ ആണ്. വരുമാനം ഇല്ലാത്തൊരു സംബന്ധിച്ചത് തന്നെയല്ലേ വലിയ എമൗണ്ട്. ആടാടത് മനസ്സിലായി. ഞാൻ സ്റ്റോറി ഉണ്ടായിരുന്നു എൻ്റെ. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചത്, നമ്മൾ ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒരു സാധനം നമ്മുടെ ക്ലോത്തിങ് ബ്രാഞ്ച് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ സംഭവം നടന്നുകൊണ്ട് നമ്മൾ വന്നേക്കുന്ന തുണിയൊക്കെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെയുള്ള ആൾക്കാർക്ക് പുതിയ ടീഷർട്ട്സാണ് മൊത്തം. അപ്പോൾ അത് എനിക്കാണെങ്കിൽ പനി പിടിച്ചാൽ ഇവിടെ കിടക്കുക മൊത്തത്തിൽ. അപ്പോൾ അത് പിക്ക് ചെയ്തൊന്ന് കൊണ്ടുപോകാൻ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊന്ന് നിനക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യായിരുന്നു. സോ ഞാൻ അവനെ കോൺടാക്ട് ചെയ്തപ്പം അവൻ അൺഫോർച്ചുനേറ്റ്ലി അവൻ കൊച്ചിയിലില്ലായിരുന്നു, അവൻ അവിടെ ആയിരുന്നു. അവൻ എനിക്ക് തോന്നുന്നു കോഴിക്കോട് അവിടെ എന്തോ ആയിരുന്നു. പിന്നെ എടുക്കാനുള്ള സെറ്റപ്പ് അവൻ വഴിയല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ചെയ്തു. എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് കൊടുക്കാനും പറ്റില്ല. പിന്നെ ഞാനിത് കൊടുത്തിട്ട് മറ്റേ ഇത് വീഡിയോ ഇടണം, അവിടെ ഇടണം, ഇവിടെ ഇടണമെന്നൊന്നും ഒരു മൈൻഡേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെ മര്യാദയാണ്. ചിലർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കും, അതിനെ വീഡിയോ ഒന്നും ഇടത്തില്ല. പണ്ട് ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെയാണെന്ന് തോന്നുന്നു, നിക് വ്ലോഗ്സിൻ്റെ അടുത്ത് ഒരു വീഡിയോയ്ക്ക് പോയപ്പോൾ എനിക്ക് കുറച്ച് പൈസ തന്നായിരുന്നു. അടുത്ത് നല്ലൊരു എമൗണ്ടും ഇങ്ങനെ പാവപ്പെട്ടവർക്ക് പുള്ളിക്കാരെ ഇങ്ങനെ പറഞ്ഞത്, എടാ നീ ബാക്കിയുള്ളവർ സഹായിക്കണം. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം
എന്നാ ഞാനും വലിയ നന്മരൊന്നുമല്ല കേട്ടോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും പറയും ഞാൻ സാധാരണക്കാരനാണ്. പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. വീഡിയോ എടുത്ത് അത് എനിക്ക് അങ്ങനെ വീഡിയോ കാണിക്കുന്നത് ഇഷ്ടമായിരുന്നു വ്യക്തിപരമായിട്ട്. എനിക്ക് അന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അങ്ങനെ വീഡിയോ കാണിക്കണം, അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. കാരണം പുള്ളിക്കാരൻ നിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയ പൈസ എനിക്ക് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഒരു എമൗണ്ട് കിട്ടി. ആ എമൗണ്ടിൻ്റെ ഏകദേശം ഒരു 70% ഞാൻ അങ്ങനെ തന്നെ ചിലവാക്കിയത്. നമ്മുടെ മണിയനപ്പൂപ്പൻ്റെ വീഡിയോ എന്നൊക്കെ പറയും, പണ്ട് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ ഒക്കെ. അത് പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം, അതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് പറയാം, ഇഷ്ടമല്ലാത്തവർക്ക് പറയാതിരിക്കുക. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നത് ഭൂലോക പോക്കത്തരമാണ്. ബാക്കി കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞാൻ അവൻ്റെ കൂടെ എല്ലാ ബാക്കി ഡ്രസ്സിൻ്റെ കൂടെ ഇതങ്ങ് കൊടുത്തു വിടുമായിരുന്നു, ആലപ്പുഴയിൽ നിന്ന് പോയ കൊച്ചി വഴി പോയ വണ്ടിയിൽ. സോ അതങ്ങനെ പോയി. ഇതൊക്കെയാണ് ആ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നീ എന്താണ് കൊടുത്തത്? നീ നിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടോ? നീ ഇവൻ ചോദിച്ചില്ല ഞാൻ എന്ത് പാളയോ മടലോ കൊടുത്തിട്ടുണ്ടോന്ന് ഉള്ളതിനുള്ള ഒരു ചെറിയൊരു ഉത്തരവാണത്. പുള്ളി വണ്ടി ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ അതിനോടിപ്പം ചിലവർക്ക് കൊടുത്തോണ്ട് എന്ത് വേണമെങ്കിലും കൊടുത്തത് വീഡിയോ ചെയ്ത് കാണിക്കും. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആയിരിക്കും റീച്ചും കാര്യങ്ങളും കിട്ടുന്നത്. അത് കണ്ട് വേറെ ആൾക്കാർ ഇൻസ്പയർ ആയി ചിലപ്പം കൊടുക്കുമായിരിക്കും. പക്ഷെ എനിക്ക് ഇതൊന്നും ഞാനിത് കൊടുത്തു ഇങ്ങനെ എനിക്ക് കാണിച്ച് നടക്കുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് എവിടെ ഞാനൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം അത് ഈ ഒരു വോയിസ് തന്നെ കേൾപ്പിക്കുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിക്കും. അല്ലാണ്ട് ഞാൻ കൊടുത്തേന്ന് പറഞ്ഞ് കാണിക്കാനല്ല, ഞാൻ നന്മോരമല്ല. പാളയിൽ കൊടുത്തിട്ടുണ്ടോ നീ? പിന്നെ ഒരുപാട് അയാൾ എന്തായിക്കോട്ടെ ചെയ്ത് തെറ്റാണ്, ഓക്കെ ഫൈൻ. ഈ പറയുന്നത് തെറ്റാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ട്രോളായിട്ട് എടുക്കാണ്ട് ഇതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമില്ല. തീർച്ചയായിട്ടും ഇതൊരു ജസ്റ്റ് കണ്ടന്റ് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ട്രോള് ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ചാനൽ. ഇല്ല എന്ത് പറയുന്നേ, ഇല്ല പപ്പുങ്കിൾ, അതായത് മറ്റേ കുതിരോട്ടമായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് ശരിക്കും വട്ടുണ്ടെന്ന് പറയുന്നതിന് തുല്യമാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ശോഭനയുടെ ദേഹത്ത് ഇപ്പോഴും നാഗവലി ഉണ്ടെന്ന് പറയുന്ന രീതിയാണിത്. അതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ടല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻസിൽ എടുക്കേണ്ട കാര്യങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് എടുക്കുന്നത് എന്തൊരു പൊട്ടന്മാരാ. വിവരമില്ല, അത് ആരുടെയും തെറ്റല്ല. ഇവിടെ പ്രധാനമന്ത്രി ട്രോളുന്നു പിന്നെയാണ് അത് ഇനി നിന്റെ പേരിൽ അത് തെറ്റാണെങ്കിലും പോട്ടെ. മറുവശം ഓക്കെ, മറുവശം ഒന്ന് കേൾക്കട്ടെ. പുള്ളിയുടെ മറുവശം എനിക്ക് പുള്ളി നന്മയാണ്. ഐ കംപ്ലീറ്റ്ലി എഗ്രി. എന്നാലും ഒന്ന് കേൾക്കണമല്ലോ, എന്താണ് ഇയാൾ പറയുന്നത്? നിന്റെ വീടിന്റെ അയൽവാസിനെ നീ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ അയൽവാസിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ചേട്ടൻ അറിയേണ്ടത്. അത് എൻ്റെ അയൽവാസികളോട് നിങ്ങൾ പോയി ചോദിക്കണം. ഞാൻ എന്തോ ഇതിനൊക്കെ ഉത്തരവ് പറയാനാ? ഞാർക്ക് എൻ്റെ സെൻസസ് ആണോ എടുക്കേണ്ടത്? പിന്നെ എന്തിന്റെ ചൊറിച്ചിലാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അയാൾ ലഹരിക്കെതിരെ സംസാരിച്ചത് അത് നിനക്ക് പൊള്ളിയാ? ലഹരിക്കെതിരെ സംസാരിച്ചതാ? അതെന്ത് യൂണിവേഴ്സ്? ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എന്തൊക്കെയാണോ ഇയാൾ ലഹരിക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ട്രോൾ ഉണ്ടാക്കുവാടാ വിവരമില്ലാത്തവനെ. നീ എന്തൊരു വാളിയാടാ. പരമാണോ എന്നൊക്കെ പറഞ്ഞു കേട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ട് വീഡിയോക്കകത്തൂടെ പറയുന്നത് ലഹരിക്കെതിരെ സംസാരിക്കാൻ നല്ല കാര്യം. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ MBBS അയാൾ പഠിപ്പിക്കുന്നുണ്ട്. ചില്ലറ എമൗണ്ട് കൊടുത്തിട്ടൊന്നുമല്ല. നല്ല കാര്യം, പഠിപ്പിക്കട്ടെ. നീ എന്തോ പഴം ചെയ്യുന്നുണ്ട്? നീ മറ്റുള്ളവന്റെ കുറ്റം കുഴപ്പം പറയാതിരിക്കാതെ നീ എല്ലാം ചെയ്യുന്നുണ്ടോ? ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നോടൊക്കെ ചോദിച്ച ഒരു മര്യാദയൊക്കെ വേണോടി. 40-50 ലക്ഷം ഉറുപ്പ് കൊടുത്തിട്ടാ നിനക്ക് കഴിയോടാ? നിന്റെ സ്വന്തം പെങ്ങളെ കുട്ടീനെ നീ നേഴ്സറിൽ ചേർത്തിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? നിനക്ക് പറ്റില്ലടാ. ആദ്യം ചെയ്യണം, എന്നിട്ട് കൊടുക്ക്. എടാ, പുള്ളി ഏതോ കുട്ടി MBBS പഠിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം. ഇത് ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്റെ പെങ്ങടെ മോളെ ചേർക്കുന്നുണ്ടെന്നാണ് ഈ ചേട്ടൻ ചോദിക്കുന്നത്. നിന്റെ സ്വന്തം പെങ്ങളെ കുട്ടീനെ നീ നേഴ്സറിൽ ചേർത്തിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? ഞാൻ എന്റെ പെങ്ങടെ മോളെ ആരെ വെള്ളം ഞാൻ ചേർക്കും. ഇതും ഞാൻ എവിടെയും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ട സിറ്റുവേഷൻ എന്നെ കൊണ്ട് ഇട്ടുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒരു 6 കുട്ടികളെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് ഇപ്പം വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ചിലവും പഠിക്കാനുള്ള എല്ലാ ചിലവും എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതും എവിടെയും എനിക്കത് താല്പര്യമില്ല എവിടെ കാണിക്കാനൊന്നും. പക്ഷെ അതിൻ്റെ ഞാൻ ഇതടിച്ച ഒരു റെസിപ്റ്റ് ഞാൻ കാണിച്ചു തരാം. വേറെ എന്തോ ചെയ്യാനാ, ഇതൊക്കെ ഉള്ളൂ. ഇതും ഞാൻ എവിടെയും ഇങ്ങനെയൊന്നും എനിക്കിതൊന്നും വീഡിയോ എടുത്ത് അയ്യോ ഞാനിത് ചെയ്യുന്നുണ്ട്, മറ്റേ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യണം, അത് എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും ഞാൻ ഇവിടെ ഇടാത്തത്. അല്ലെങ്കിൽ എനിക്കും വേറെ നാളെ വന്ന് വീഡിയോ എടുത്ത് നട്ട് നന്മരാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റേ നിങ്ങൾ പറഞ്ഞ് എനിക്ക് വേണം വീഡിയോ ചെയ്തിടാം. ഓക്കെ, അതും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് കഴിയോടാ? നിന്റെ സ്വന്തം പെങ്ങളെ കുട്ടീനെ നീ നിനക്ക്
നീ ഏതവനാന്ന് പോലും നിന്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല. നാണമില്ല ഇങ്ങനെ വല്ലവൻ്റെ വഴിക്ക് നാട്ട് കേൾക്കാൻ. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കയറി കൊണയടിച്ച് അവൻ വന്ന് നന്നാക്കി അടിച്ചു തരും. ചേർത്തിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? ഇതുപോലെ വൃത്തിയായിട്ട വർത്താനം കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ കാണിച്ചത്. ഓക്കെ അപ്പം ചേട്ടൻ അതിനുള്ള തീരുമാനമായല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമ്മൾ ആരാന്നുള്ളത് ചിന്തിക്കണം. നീ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് എത്ര പേര് നീ പറ്റിച്ചു? ഞാൻ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇതിനാണ് എനിക്ക് ശരിക്കും ഉത്തരം പറയേണ്ടത്. കാരണം എനിക്ക് ഒരുപാട് കമൻസ് ഇതിനെ കുറിച്ച് വരാറുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതിനിടെ പറയാറുണ്ട്, ബ്രോ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, ആൾക്കാർ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആഡ് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ചാനലിൽ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പണ്ട്. സോ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കേരളത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നും പറഞ്ഞാണ് അവർ വന്നത്. ആ ഗെയിമൊക്കെ ലീഗലാണ്. സോ ലീഗൽ അല്ലാണ്ട് ഇവിടെ ഒന്നും കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞാണ് അവർ ആദ്യം പ്രൊമോഷൻ വന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ബ്രോ ഇത് ഗാംബ്ലിംഗ് ആപ്പാണ്, ബെറ്റിംഗ് ആപ്പാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് റിമൂവ് ചെയ്ത് എൻ്റെ വീഡിയോയിൽ നിന്ന് അത് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പേയ്മെൻ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. കാരണം 1 മാസം വീഡിയോ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് തരത്തുള്ളൂ. അത് ആ വീഡിയോ 4 ദിവസം പോലും കടന്നില്ല. 3-ാമത്തെ ദിവസം തന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ. ബ്രാൻഡ് പ്രൊമോഷനും കളഞ്ഞു, ഇതും കളഞ്ഞു. പക്ഷേ അവരിപ്പോഴും എനിക്ക് തോന്നുന്നു അവരുടെ സ്പോൺസർ തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ പിന്നെ ചെയ്തൊരു ട്രേഡിംഗ് ആപ്പിൻ്റെ ഒരു പ്രൊമോഷനാണ്. ആ ട്രേഡിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരൊന്നും പറഞ്ഞില്ല, വീണ്ടും പ്രൊമോഷനാണെന്ന് പറഞ്ഞ് വരാണ്ടിരിക്കാനാണ്. സോ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറഞ്ഞത് ലീഗലായിട്ടുള്ളതാണ്. ദ ഫിനാൻഷ്യൽ കമ്മീഷൻ ഒക്കെ അപ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ആ പ്രൊമോഷൻ വന്നു. അതിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം ആയപ്പോഴാണ് അതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതൊരു സെബിയുടെ ഒരു ഗ്രേ ഏരിയ കിടക്കുന്ന ആപ്പാണ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമോഷൻ നമ്മൾ ടൈം ലൈൻ ആകുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് അതിൻ്റെ ലാസ്റ്റിന് ചെയ്തതിൻ്റെ എമൗണ്ടും കിട്ടിയിട്ടില്ല. കാരണം അവർ പറയുന്നതിന് മുന്നേ നമ്മൾ ആഡ് റിമൂവ് ചെയ്തുള്ളൂ, പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് അവർ തരത്തില്ല. സോ അങ്ങനെ അതിൻ്റെ പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത് നമ്മുടെ രാജാവിൻ്റെ വരവ്, ലുഡോ കളിക്കുന്ന. അപ്പോൾ അതെനിക്കറിയാം നിങ്ങളുടെ ഫീഡിൽ വന്ന് നിങ്ങൾ ജീവിതം മൃത്ത് കാണും. ഞാനത് എൻ്റെ ചാനലിൽ എവിടെ ഇട്ടിട്ടില്ല. അവരെന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതി, അവർ വീഡിയോ എടുത്ത് അങ്ങനെ കൊടുത്താൽ മതി, അവർ റൺ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഇവരങ്ങ് മൊത്തം റൺ ചെയ്ത് എന്നെ കാണിച്ചത് തന്നെ കുറേ പേര് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സ്. അപ്പോഴും ഞാനത് പിന്മാറണമായിരുന്നു, പക്ഷേ ചെയ്തു പോയി. കാരണം അത് ലീഗലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യയിൽ ലീഗലായിട്ടുള്ളൊരു സാധനമാണെന്നാണ് അവർ പറഞ്ഞത്. അത് ലീഗലായിട്ടുള്ളതാണ്, അത് ഗാംബ്ലിംഗ് അല്ല, അത് മറ്റേ ഗെയിം ഓഫ് ചാൻസ്, മറ്റേ ഡ്രീമിലോൺ അതുപോലെ വരുന്ന ഒരു സാധനത്തിൽ വരുന്ന ഒരു ഗെയിം ഓഫ് ചാൻസ് അല്ല, ഗെയിം ഓഫ് സ്കില്ലാണത്. സോ അത് ലീഗലായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ. അവരും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അതൊക്കെ നോക്കിയാണ്. അത് ലീഗൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആഡ് ചെയ്തതും. പക്ഷേ അത് ഞാൻ ഓർക്കണ്ടായിരുന്നു, കാരണം കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവരത് കണ്ട് ചിലപ്പം അതിലോട്ട് പൈസ ഇടാൻ താല്പര്യപ്പെടും. സോ അതുകൊണ്ട് അത് ചെയ്യാൻ സോറി ഫോർ ദാറ്റ്. എടാ തന്തയ്ക്ക് പറയുന്നതിൻ്റെ ഗുണമാണിത്. ഞാൻ സത്യമായിട്ടും പറയാം, അങ്ങനെ തന്നെ പറയണം. നല്ല അച്ഛന്മാർക്ക് പറഞ്ഞ മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ. കാരണം ഒരു തെറ്റ് പറ്റിപ്പോയി, പറ്റിയത് തെറ്റാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റല്ല, അത് ബെറ്റിംഗ് ആപ്പല്ല, അത് രജിസ്റ്റർ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞ് തെറ്റ് മനസ്സിലാക്കിയപ്പം തിരുത്തി. പക്ഷെ തെറ്റ് തിരുത്തി എന്നുള്ള കാര്യം ഒരു മൈക്ക് വെച്ച് അനൗൺസ് ചെയ്ത് പറഞ്ഞില്ല എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഉള്ളൂ. ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്ത് പോക്കൃത്തരമാണെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു. പുള്ളിക്കാരൻ അതിനെ അപ്പോളജൈസ് ചെയ്തു, പുള്ളിക്കാരൻ മാപ്പും പറഞ്ഞു. അതിനേക്കാളും വരുന്നൊന്നുമില്ല. പുള്ളിക്കാരൻ 3 ദിവസമായപ്പോഴത്തെ കണ്ടന്റ് റിമൂവ് ചെയ്തു. പക്ഷേ പുള്ളിക്കാരൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അറിവോടുകൂടിയാണെന്നുണ്ടെങ്കിലും അത് ഇട്ടത് മോശമാണ്, ആൾക്കാരെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി പോക്കൃത്തരം പറയുന്നത് നന്ദലായിരിക്കും, പാടില്ലായിരുന്നു. സോ ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് പിന്നെ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടത് ഇതാണ്: പോടാ കോപ്പേ, നീ രാജ് ബെറ്റെക്സ് അംബാസിഡർ അല്ലേ? നീ വെറും ആണ് രാജ് ബെറ്റെക്സ് അംബാസിഡർ. ഓക്കെ, സോ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രൊമോഷൻ്റെ കാര്യങ്ങളും മറ്റുമാണ്. ഇതല്ലാണ്ട് എനിക്ക് കുറേ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതൊക്കെ ബെറ്റിംഗ് ആപ്പിൻ്റെയാണ് എനിക്ക് വന്നത്. ബെറ്റിംഗ് ആപ്പ്. ഇനി ഇവിടെ ഇത് മൊത്തം ബെറ്റിംഗ് ആപ്പ്, എല്ലാ ദിവസവും വരുന്ന മെയിലുകളാണ് ഇത്. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലെയിൻ പറക്കുന്ന സാധനവും മറ്റേ പൈസ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മറ്റേ കളറ് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് കുത്തുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. സോ ഇവർ ഓഫർ ചെയ്ത പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് എൻ്റെ ചാനലിൽ, മെയിൻ ചാനലിൽ ഞാൻ അവർ പറയുന്ന അത്ര ഒരു സ്പെസിഫിക് എമൗണ്ട് വീഡിയോ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 ഡിഫൻഡർ വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏകദേശം 3 കോടി രൂപ കിട്ടിയാണ്. ഒരു ഡിഫൻഡറിന് 1.5 കോടി രൂപ, 2 കോടി രൂപ, അതായത് 3-4 കോടി രൂപ കിട്ടിയാനെ.
2 ഡിഫറെൻറ്റ് രൂപയ്ക്കുള്ള പൈസ ആദ്യമേ തന്നെ അവർ നമുക്ക് ക്രിപ്റ്റോ വഴി അയച്ചു തരും. പിന്നെ ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ടാൽ മതി. അങ്ങനെ വീഡിയോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോ അവർക്ക് എത്ര കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ അതാണ്. അവർ എമൗണ്ടാണ് പറഞ്ഞത്, ഞാനത് വണ്ടിയുടെ ഇതാക്കി പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനി മറ്റേ കോടികൾ കേട്ടിട്ട് ഇതാണ് മറ്റാണ് മറിച്ചാണ്. എന്നാലും ഞാൻ അത് ചെയ്തിട്ടില്ല. അത് പ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ് ആയതുകൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബിറ്റ്കോയിനാണ്. 1.2 ബിറ്റ്കോയിൻ എന്താണ് അവർ ഓഫർ ചെയ്തത്. 1.2 ബിറ്റ്കോയിൻ. ഞാൻ ട്രേഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫോറക്സ് ട്രേഡിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ വില ഏകദേശം 82,000 സംതിങ് US ഡോളറുണ്ട്. 82,000 US ഡോളർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-80 ലക്ഷം രൂപ, 70 ലക്ഷം രൂപ, 80 ലക്ഷം രൂപയ്ക്കകത്ത് വരും. 1.2 ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് വരും കേട്ടോ ബിറ്റ്കോയിൻ്റെ വാല്യൂ. ഇടയ്ക്ക് ബിറ്റ്കോയിൻ്റെ വാല്യൂ ഏകദേശം 1,06,000 US ഡോളർ വരെ പോയത്. അന്ന് US ഡോളറിന് 94 രൂപ വിലയാണ്. അപ്പോൾ എങ്ങനെ ഒരു 1.5 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് വരും. ഇതുപോലെ ഒരു 6 മാസം 7 മാസം വീഡിയോയുടെ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബിറ്റ്കോയിൻ അവർ നമുക്ക് അയച്ചു തരും. അതിൻ്റെ വില നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ അതൊക്കെ പ്രോപ്പർ ഗാംബ്ലിംഗ്. അപ്പോൾ നമ്മൾ പൈസ പോയിട്ട് ഉറപ്പാവും അങ്ങനെ പോകുന്ന ഒരു ആപ്പ്, ആ ഒരു ഏരിയ ആണത്. സോ അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ആദ്യം അറിയാണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്പം തന്നെ കളഞ്ഞ എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് ഇങ്ങനെ വരുന്ന ആപ്പുകളാണ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രോബ്ലം ആണെന്ന്. പക്ഷേ അത് ആൾക്കാർ പറഞ്ഞ ബ്രോ മറ്റേ ലുഡോ കളിക്കുന്നതും ഇതാണ്, പക്ഷെ അത് ലീഗലായിട്ടുള്ള സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഐ എം സോ സോറി ഫോർ ഡൂയിങ് ദാറ്റ്. ഇനി അങ്ങനത്തെ ഒന്നും ആവർത്തിക്കില്ല. ഓക്കെ, ബാക്കി വീഡിയോ കാണാം. അത് മുന്നോട്ട് വെച്ച കാല, അത് പിന്നോട്ട് വെക്കാത്ത മുതലാ. എന്തോന്നറിയാലോ പിന്നോട്ടും വെച്ച കാലിലാണ്. അവൻ അപ്പൂപ്പൻ്റെ കാലിൻ്റെ കാര്യമാണ്. അപ്പൂപ്പൻ്റെ കാലം മുന്നോട്ട് വെച്ചാൽ പുറകോട്ട് പോകത്തില്ല. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പ്രൊഡ്യൂസറിനെ പറഞ്ഞിട്ട് ഡയറക്ടറെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോന്നറിയാലോ പിന്നോട്ടും വെച്ച കാലിലാണൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ വളർച്ച നിനക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. പൊട്ടാടാ, അങ്ങേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കണ്ടന്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തിന് ദേഷ്യം വരാടാ നിനക്ക്? എൻ്റെ പൊന്ന് സൈക്കോ, എന്താണ് നിന്റെ പ്രശ്നം എന്താണ് മുത്തേ? എടാ അങ്ങേര് ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്ന ആള്, മറ്റേ അങ്ങേര് ഗീവ് അവേയുടെ ആള്, ഇവര് തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് കോമ്പറ്റീഷൻ? വേണമെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും വന്ന് വീഡിയോ ഇട്ടാൽ മതി, എല്ലാ ആഴ്ച വന്ന് വീഡിയോ ഇട്ടാൽ എനിക്ക് ഇവിടെ നല്ല പൈസ കൂടെ എനിക്ക് വീട്ടിൽ നിന്നിൻ്റെ പുറത്ത് പോലും ഇറങ്ങാണ്ട് വീട്ടിൽ നിന്ന് ജീവിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ വരുന്നുണ്ടോ നിങ്ങൾ വെറുപ്പിക്കുക? ഞാൻ വല്ലപ്പോഴൊക്കെ വന്ന് വല്ല വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകും, ഇത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഡ്രീം എന്ന് പറയുന്ന വേറൊരു സാധനമാണ്. സോ അതിലേക്ക് ഞാൻ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കറിയാതെ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. സോ ഇതുപോലെ പറയാനുള്ളവന്മാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഉള്ളൂ. കാരണം എനിക്ക് റീച്ചിൻ്റെയും കൂച്ചിൻ്റെയും ഒന്നും ആവശ്യമില്ല, പിന്നെ വേറെ പണിയില്ല. സ്നേഹം തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു പച്ചയ മനുഷ്യനാണ്, അല്ലാതെ നിന്റെ കൊണയടി അല്ലടാ അത്. ഇതൊരു എഴുതി കൊടുത്ത് പറഞ്ഞാണോ ഇത്? അല്ലാതെ നിന്റെ കൊണയടി അല്ലടാ അത്. ക്ഷീണിച്ചു. സോ ഗൈസ്, വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും. ആൻഡ് ഞാൻ ഇട്ട വോയിസും മറ്റേ സ്ക്രീൻഷോട്ട് ഇതൊക്കെ ഞാൻ നന്മമരമൊന്നും അല്ല, ഞാൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. അത് കുറെ പേർക്ക് കാണിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, മറ്റാൾക്കാരെ കുറെ പേർക്ക് കാണിക്കാൻ ആഗ്രഹമില്ല. മറ്റേ വലതേ കൊടുക്കുന്ന ഇടതേ അറിയില്ല, ഇടതേ അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടല്ലോ. സോ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഒപ്പോസിങ് അല്ല. നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊക്കെ കാണിച്ച ആൾക്കാർ ഇൻസ്പയർ ആക്കണമെങ്കിൽ ഇൻസ്പയർ ആയിരിക്കും. പക്ഷെ അയാൾ ചെയ്യുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നുണ്ടോ, നീ നന്മ വരും അങ്ങനെ ചോദിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആൻഡ് ഇത്രയുള്ള വീഡിയോ. അതിന്റെ കാര്യങ്ങൾ മിക്കവാറും എനിക്കൊന്ന് സിനിമ ഡയറക്ട് ചെയ്യുന്ന ഇഷ്ടമെന്ന് പണ്ട് പറയുന്നത് കേട്ടുണ്ട്. ചേട്ടാ ഞാൻ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നു, ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നു. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവം, ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്ക്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. കണ്ണിൽ ഉണ്ണിയാണ്. ഇവൻ എന്തൊരു ഉണ്ണ് എനിക്കറിയാത്ത പലതരം പച്ചയ്ക്ക് പറയാം. നമ്മുടെ ഇവിടുത്തെ പിള്ളേർ പറയും പച്ച വാള അമ്മാതിരി തീമ വാണാലി പിള്ളേരെന്നൊക്കെ പറയത്തില്ലേ? എന്റെ പൊന്നണ്ണ, എന്ത് കാര്യത്തിന് എന്തൊരു ലോജിക്കുള്ള കാര്യമാണോ ഇങ്ങനെ കാണിക്കുന്നതാണ് പ്രശ്നം. ജോയി തമ്പി അങ്ങനെ കാണിക്കത്ത് പോലും ഇല്ല. കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കാണിക്കത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അണ്ണനിങ്ങനെ വല്ലവൻ്റെ ആട്ടിയേക്ക് പോകണ്ടല്ലോ, സഹതാപം ഉണ്ട്. വല്ലവനെ എന്തെങ്കിലും വിളിക്കുമ്പോൾ ഓക്കെ ബ്രോ ഇനി ഇങ്ങനത്തെ ഭൂകൃത്തനങ്ങൾ കാണിക്കണം. ഞങ്ങളെപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും വളരണം, നല്ലത് നന്നായി വരട്ടെ, ലക്ഷങ്ങൾ ഓഫ് വ്യൂസ് വരട്ടെ, ഒത്തിരി പൈസ കിട്ടട്ടെ. ഇത് ഓഫാവാത്തെ